കാനഡയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇനി ധാരാളം തൊഴിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇതിനുള്ളൊരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ വരവ് കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള 80% വിദ്യാർത്ഥികളുടെയും വിസകൾ റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. സെപ്റ്റംബറിലൊക്കെ ഈ വർഷം അധികം കുട്ടികൾ ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണുന്നില്ലായിരുന്നു. എന്നാലും കുറേ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ സെറ്റിലാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. വീണ്ടും നമ്മുടെ ഈ തൊഴിൽ നഷ്ടത്തിലിട്ട് വന്നു കഴിയുമ്പോഴേക്കും വിവിധ തസ്തികകളിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ, പ്രത്യേകിച്ചും സപ്പോർട്ട് സ്റ്റാഫ്, അതോടൊപ്പം തന്നെ ലൈബ്രറിയൻസ്, ടീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, ഫിനാൻഷ്യൽ എയ്ഡ്, ഇങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നാണ് ലേ ഓഫ് ഉണ്ടാകുന്നത്. ലേ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, ജോലി ലഭ്യമല്ലെങ്കിൽ ആളെ പിരിച്ചുവിടുന്നു. പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഏകദേശം 1 വർഷം അല്ലെ 1.5 വർഷത്തേക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള EI അവർക്കുണ്ടായിരിക്കും. അതായത് എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലില്ലാത്തൊരു സംഗതിയാണ്. കാനഡയിൽ ഏത് ജോലി പോയിട്ടുണ്ടെങ്കിലും എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ലഭിക്കുന്നതാണ് 1 വർഷം കൊണ്ട്. ഈ 1 വർഷത്തെ കാലാവധിക്കുള്ളിൽ ഇവർ മറ്റു ജോലിയിലേക്ക് കടക്കണം. അത് കഴിഞ്ഞാൽ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പൈസയില്ല. ജോലിയുടെ സെക്യൂരിറ്റി സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും ഇവർ യൂണിയനിൽ പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ യൂണിയനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ സമരത്തെ. ഫെഡറൽ ഗവൺമെൻറ് ആണ് പല ഡിസിഷൻസും ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റും തീരുമാനങ്ങളെടുക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ US താരിഫിനോടനുബന്ധിച്ച് നിരവധി ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഓട്ടോ മാനുഫാക്ചറിങ് മേഖലയിലാണ് ഏറ്റവും തൊഴിൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു തൊഴിൽ നഷ്ടത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർത്തയിൽ. ഓഷാവയിലെ ഓട്ടോ മാനുഫാക്ചറിങ് പ്ലാന്റിൽ ഒരു ഷിഫ്റ്റ് കട്ട് ചെയ്ത് ഏകദേശം ഒരു 800 പേരുടെ ജോലി പോകുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഈ തീരുമാനം അടുത്ത വർഷത്തേക്ക് ജനുവരി 26 മാറ്റിയിരിക്കുന്നതെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് CBC ന്യൂസ് കാണാവുന്നതാണ്, ഗ്ലോബൽ ന്യൂസ് കാണാവുന്നതാണ്. അതിലെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ശേഖരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഒണ്ടേരിയയിലെ വെതർ നോക്കിക്കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ടും ഫോൾ വെതറിലോട്ട് വന്നിരിക്കുകയാണ്. എങ്കിലും നല്ല വാമായിട്ടുള്ള ഡേയ്സാണ്. രാവിലെയൊക്കെ 10 ഡിഗ്രി ആണെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും 3 മണിയൊക്കെ ആകുമ്പോൾ ഒരു 27 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ ഉയരുന്നുണ്ട്. നല്ല വെതറാണ്. ആളുകളൊക്കെ പുറത്തു പോകുന്നു. അതോടൊപ്പം തന്നെ നിരവധി പ്രോഗ്രാംസുകൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഓണാഘോഷ പരിപാടികളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും ഓണം കഴിഞ്ഞെങ്കിലും നമ്മൾ കുറച്ചാളും കൂടെ ഇവിടെ ആഘോഷിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിപാടികളും നടക്കത്തില്ല. അത് കാരണം ഔട്ട്ഡോർ ഫങ്ഷൻസ് എല്ലാം ഈ സമയത്താണ് നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മഹാ ഓണം ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിരവധി പരിപാടികളും കേരള തനിമയിൽ പല കാര്യങ്ങളും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. She has been our constant support throughout this process. How was the marking and everything? So, thank you. അതോടൊപ്പം തന്നെ നിരവധി ഓർഗനൈസേഷൻസിൻ്റെ പ്രോഗ്രാംസുകൾ നടക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മുടെ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ സ്റ്റോളുകളുണ്ടായിരുന്നു. ഞാനവിടെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ വെച്ച് നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലിയിൽ ആളുകളെയൊക്കെ കാണാനും സംസാരിക്കാനും അവരോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ സാധിച്ചു. അവിടെ വന്ന് സംസാരിച്ചതിനൊക്കെ ഒത്തിരി നന്ദി. കാരണം നമ്മൾ ഈ ചാനലിൽ കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നിങ്ങളുടെ മുഖങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള വേദികളിൽ വരുമ്പോഴേക്കും നമുക്ക് നേരിട്ട് കാണാം, സംസാരിക്കാം. ഇനിയും ആരെങ്കിലും ഒക്കെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ വരും. അവിടെ വെച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാം. പ്രത്യേകിച്ചും നാട്ടിൽ നിന്ന് മാതാപിതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ മക്കളുടെ ഗ്രാജുവേഷനും അല്ലെങ്കിൽ പല പരിപാടികൾക്കൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വാർത്തകൾ നമ്മൾ തുടരുമ്പോഴേക്കും കാനഡയിലെ ഇപ്പോഴത്തെ പ്രായമായവരുടെ ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ചും ഇമിഗ്രൻസ് ആയിട്ട് ഇവിടെ വരുന്ന ധാരാളം ആളുകളുണ്ട്. 55 വയസ്സിന് ശേഷം നിരവധി ആളുകൾ ഹോംലെസ് ആകുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. നിരവധി ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് ആ സർവേയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. 50 വയസ്സ് പ്രായമുള്ളവർ 65 വയസ്സ് പ്രായമുള്ളവരെ പോലെ ആയിത്തീർന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 10% ഇപ്പോൾ ഈ വർഷങ്ങളിൽ ഭവനരഹിതരുടെ വർധനമുണ്ടായിരിക്കുന്നത്. പലരും ഇവിടെ ഇമിഗ്രൻസ് ഒക്കെ ആയിട്ട് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ ആ സിസ്റ്റമൊക്കെ അനുസരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞ് വീടൊക്കെ വാങ്ങി ഉടനെ തന്നെ അത് പ്രായമൊക്കെ ആയിക്കഴിയുമ്പോൾ മക്കൾക്കൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെയുള്ളൊരു സംവിധാനങ്ങൾ കൂടെയൊക്കെ ചിലരെങ്കിലുമൊക്കെ പോകുന്നുണ്ടായിരിക്കാം. അതൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്.
അതോടൊപ്പം തന്നെ ജോബ് സെക്യൂരിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ചില സമയങ്ങളിൽ, അതായത് നമ്മൾ വീടിൻ്റെ മോർഗേജ് അടച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയാണ് നമ്മളിങ്ങ് പോകുന്നത്. നാട്ടിലാണെങ്കിൽ നമുക്കൊരു സേവിങ്ങും അല്ലെങ്കിൽ ലോണൊക്കെ തീരുന്ന ഒരു സമയമൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണത്. ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും എല്ലാം പോകുന്ന ഒരു അവസ്ഥയും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസിയും അതോടൊപ്പം തന്നെ ബജറ്റ് പ്ലാനിങ്ങുകളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമിഗ്രൻസ് ആയിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലോ നമുക്ക് വേണ്ടി കുറച്ച് പൈസയൊക്കെ മാറ്റിവെക്കുകയും റിട്ടയർമെൻറ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പല വ്ലോഗ് സീരീസും ചെയ്യുന്നുണ്ടായിരുന്നു. മുതിർന്നവരുമായിട്ട് ഞാൻ നിരന്തരം സംസാരിക്കാറുണ്ട്. നമ്മുടെ സീനിയേഴ്സൊക്കെ ഒത്തിരി പേര് നമുക്ക് ഇൻപുട്സ് ഇവിടെ തരാറുണ്ട്. ഫോൺ വിളിച്ച് തന്നെ അവർ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോഴേക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത്. അത് മാതാപിതാക്കൾ മക്കളെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിലോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 30കളിലും 40കളിലും ഉള്ളവരൊക്കെ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യവും അതുതന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം സ്കൂൾ ബോർഡിലും ഈ ദിവസങ്ങളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് പരീക്ഷ, അതായത് ഇവിടെ ഗ്രേഡ് 9 to 12 ആണ് ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ഇനി 10ാം ക്ലാസ്സിലെ ആ ഗ്രേഡിൽ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു എക്സാം, അത് പാസ്സാവണമെന്നുള്ള സജഷൻസ് വന്നിട്ടുണ്ട്. കുട്ടികൾ മുന്നോട്ട് പോകണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തിനാണ് ഫിനാൻഷ്യൽ ലിറ്ററസി കുട്ടികളെ പഠിപ്പിക്കുന്നത്? കാരണം നമ്മൾ കണക്ക് പഠിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും മാത്സും ഭാഷയും എല്ലാം പഠിക്കുന്നുണ്ട്. ബഡ്ജറ്റിങ്ങും കാര്യങ്ങളും പേഴ്സണൽ ഫിനാൻസൊന്നും പഠിക്കാതെ വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് നല്ല എക്സ്പേർട്സിനെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പോഡ്കാസ്റ്റ് സെഷനിൽ അവരെയും വിളിക്കാം, അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ നിരവധി ഫിനാൻഷ്യൽ സർവീസസുകളുണ്ട്, ലിറ്ററസി ക്ലാസ്സുകളുണ്ട്. അതൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ആൻറ്റി ഇമിഗ്രൻ്റ് റാലീസ് ഇവിടെ പല സ്ഥലങ്ങളിലും കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെതിരായി പ്രോ ഇമിഗ്രൻ്റ് റാലികളും ഇമിഗ്രൻസ് ആണ് കാനഡയുടെ ഭാവി എന്ന് പറയുന്ന റാലികളും പരിപാടികളും ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ചും സെപ്റ്റംബർ 13 ഇത്തരം പരിപാടികളൊക്കെ നടന്നത്. നിങ്ങൾ ഇമിഗ്രൻസ് ആയിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിക്കൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം, പ്രത്യേകിച്ചും എക്കോണമിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമ്മുടെ സമയം ഫലപ്രദമായിട്ട് നമുക്കിവിടെ വിനിയോഗിക്കാം. നല്ല നല്ല പരിപാടികൾ, കനേഡിയൻ കൾച്ചറിനും നമ്മുടെ കൾച്ചറിനും ഒക്കെ അനുയോജ്യമായ പരിപാടികൾ നമുക്ക് ഓർഗനൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഭാഗഭാക്കാകുകയും ചെയ്യാം. നല്ല രീതിയിൽ പരിപാടികൾ നടക്കുന്നതിന് ഒന്നും ഒരു തെറ്റില്ല. തീർച്ചയായിട്ടും ഞാൻ എല്ലാ പരിപാടികളിലും പോകാറുണ്ട്. പലർക്കും പല അഭിപ്രായമാണ്. പലരും ഇപ്പോൾ പല രാജ്യങ്ങളിലെ റേസിസ്റ്റ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും കാരണം ഇത്തരം പരിപാടികൾക്കൊന്നും പോകുന്നില്ല. നമ്മൾ പോകാതിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ മാന്യമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് വെള്ളിയാഴ്ച ഡിസ്കസ് ചെയ്യാവുന്നതുമാണ്. കാനഡയിൽ പുതിയതായിട്ട് എത്തിയവർക്ക് നിരവധി പ്രോഗ്രാംസ് ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും വരുന്നുണ്ടായിരുന്നു. മറ്റ് പ്രൊവിൻസുകളിൽ നിന്നൊക്കെ ഒണ്ടേരിയയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പ്ലാനുള്ളവരുണ്ട്. ഇവിടെ നിന്ന് മറ്റ് പ്രൊവിൻസുകളിലേക്ക് പോകുന്നവരുണ്ട്, നേഴ്സുമാരായിട്ട് എത്തുന്നവരുണ്ട്. അങ്ങനെ നിരവധി ആളുകളെ കാണാനിടയായി. അവരെല്ലാം കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലേക്ക് സ്വാഗതം ചെയ്ത് നമ്മുടെ ഒരു ന്യൂ കമർ സെൻ്ററാണ്. എന്തൊക്കെ സർവീസുകളാണ് ഇവിടെ ലഭിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് canadianskills.ca വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അതോടൊപ്പം തന്നെ ഈ മാസം പ്രത്യേകിച്ചും സെപ്റ്റംബറിൽ നിരവധി പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. PSW, കമ്മ്യൂണിറ്റി സർവീസ് വർക്കർ, ഫുഡ് സർവീസ് വർക്കർ, ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ടേം കോഴ്സുകൾ, ഫസ്റ്റ് എയ്ഡ് ആൻഡ് CPR കോഴ്സുകൾ. പിന്നെ നമുക്ക് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്, AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കോഴ്സുകൾ, ഇവയൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇവിടെ വന്ന് ഒരു പുതിയ പ്രൊഫഷനിലേക്ക് നിങ്ങൾ കടക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സർവീസസ് ഇവിടെ അവൈലബിൾ ആണ്. മറ്റ് സെൻറ്റേഴ്സുകളിലും പ്രത്യേകിച്ച് നമ്മുടെ ലണ്ടനിലുള്ള പബ്ലിക് ലൈബ്രറി സർവീസുകളിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ അവിടെ CPR ക്ലാസ്സിന് വരുന്ന ദിവസം അവിടെ ചെറിയ സെമിനാറുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററും സെൽപിപ്പ് ബോർഡും ഒരുമിച്ച് ഒരു വെബിനാർ നടത്തുന്നുണ്ട്. സെൽപിപ്പ് റീഡിംഗ് ബൂസ്റ്റർ എന്ന ഒരു വെബിനാറാണ് നടക്കുന്നത്. ഒക്ടോബർ 3 നടക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫ്രീ രജിസ്ട്രേഷൻ ആണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ടിപ്സും ഹാക്സും ഒക്കെ അതിൻ്റെ അത് പറഞ്ഞു തരുന്നതാണ്. 1 മണിക്കൂറുള്ളൊരു സെഷനാണ്. മാതാപിതാക്കളൊക്കെ മക്കളോട് പറയുക, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയുക. പിന്നെ കുറച്ച് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ അവർ ഫ്രീ മെറ്റീരിയൽസ് ഒക്കെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവർക്ക്, വെബിനാർസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നൽകുന്നതാണ്. അത് നിങ്ങൾക്ക് നേടാവുന്നതാണ്. പിന്നെ നമ്മുടെ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ, ലെഗാറ്റോ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ വയലിൻ ലെസൺസും പിയാനോ ലെസൺസും ആരംഭിച്ചിട്ടുണ്ട്. ഏജാക്സിലും സ്കാർബ്രോയിലുമാണ് ലൊക്കേഷൻസ് ഉള്ളത്. വ്യാഴാഴ്ചകളിൽ ദുരം റീജിയനിലുള്ളവർക്ക് ഏജാക്സിലും, ശനിയാഴ്ചകളിൽ ടൊറൻറ്റോ, മിസാഗ റീജിയനിലൊക്കെ ഉള്ളവർക്ക് സ്കാർബ്രോയിലും വന്ന് പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ 1 ക്ലാസ് വെച്ചാണ് നടക്കുന്നത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മ്യൂസിക് ഫോർ ലൈഫ് ഓർക്കസ്ട്ര എന്ന ഒരു പ്രധാന ഓർക്കസ്ട്രയുമായിട്ട്, നമ്മുടെ ഇവിടെയുള്ള പ്രൊഫഷണൽ ഓർക്കസ്ട്രയാണ്, അവരുമായിട്ട് ഒരുമിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നവംബർ 29 ഒരു വലിയ കോൺസേർട്ട് ഏജാക്സിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മ്യൂസിക് കൾച്ചറും ഇൻസ്ട്രുമെൻ്റ് ലേണിങ്ങും ഇതൊക്കെ ഒരു ഇമിഗ്രൻ്റ് ലൈഫിൻ്റെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ആക്കണം അതൊക്കെ. കാരണം കുട്ടികളുടെ സ്ക്രീൻ ടൈം ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള നല്ലൊരു കാര്യം തന്നെയാണ്. അവരുടെ സ്കിൽസും വളർന്നുകൊള്ളും. മുതിർന്നവർക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാവുന്നതാണ്. എല്ലാവരെയും ഈ പരിപാടികളിലേക്കൊക്കെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഒരു കോൺസേർട്ട് ഡിസംബറിലുണ്ടാവും. അത് നിങ്ങളെ അറിയിക്കുന്നതാണ് തീർച്ചയായിട്ടും. എല്ലാവർക്കും സ്വാഗതം. പിന്നെ മറ്റു വാർത്തകളൊന്നുമില്ല. ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ വാർത്തകളും വിശേഷങ്ങളും. ഇടയ്ക്ക് ഷോർട്സൊക്കെ ആയിട്ട് അപ്ഡേറ്റ് തരാം. എല്ലാവർക്കും ഒരു നല്ല ആഴ്ചയും ദിവസവും ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.